എന്നാൽ അതല്ലേ ചാൾസ് ശോഭരാജനിൽ പോലും ഇത്ര ധൈര്യം ഞാൻ കണ്ടിട്ടില്ല. ഇത് ഞാൻ എന്റെ ചാൾസ് ശോഭരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇവിടുന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം. എന്റെ ദൈവമേ, അത് വലിയൊരു സീരിയൽ കില്ലറാണ്. ഭയങ്കര ധൈര്യമുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. എന്താണ് ആലിബിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞത്? ക്വാളിറ്റി വെച്ചാല് ക്വാളിറ്റി ടൈം തരലുണ്ട്, വിളിച്ചാ വിളിപ്പുറത്ത് ഉണ്ടാവലുണ്ട്. ഇനി എന്തായാലും പരിപാടി ഉണ്ടെങ്കിലും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഹി ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ്. ഇപ്പോഴേ തന്നെ ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇടയിൽ. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളുടെ? എല്ലാരും ഫ്യൂച്ചർ പ്ലാൻ എന്താ? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ ഫ്യൂച്ചർ പ്ലാൻ പറയട്ടെ. എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വിട്ട് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം മടുത്ത് കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരണം. എന്തായാലും അലിബിനെ സെറ്റ് ആക്കണം. എല്ലാരും കൂടി ഒന്ന് അറിയിച്ചൊരു കല്യാണം നടത്താം. ആഫ്റ്റർ ദാറ്റ് വി വിൽ കറങ്ങും പാരീസ്, തായ്ലാൻഡ്, മലേഷ്യ, മാൽഡീവ്. ഇംഗ്ലീഷ് കഫേ വഴി ലോകത്തെവിടെ നിന്നും ഒരു പേഴ്സണൽ ട്രെയിനറുടെ സഹായത്തോടെ വാട്സാപ്പ് വഴി നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് മെസ്സേജ് ചെയ്യും. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. നമസ്കാരം, വെൽക്കം ടു ജാങ്കു സ്പേസ്. ഇറ്റ്സ് മീ ശ്രീനാഥ് കെ ജനാർദ്ദനൻ. അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഒരു അടിപൊളി ഗസ്റ്റ് ഉണ്ട്. നമുക്കറിയാം, നമുക്ക് കുറച്ച് നാളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന വളരെ രസകരമായിട്ട് വ്ളോഗിങ് ചെയ്യുന്ന നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വ്ളോഗറാണ് നമ്മുടെ സ്വന്തം റെന ഫാത്തിമ. നമസ്കാരം, വെൽക്കം ടു യുവർ ഷോ. താങ്ക് യു. എങ്ങനെയുണ്ട്? യാത്രയൊക്കെ കഴിഞ്ഞു, എൻ്റെ ക്ഷീണമൊക്കെ മാറിയോ? ഓ, മാറിക്കഴിഞ്ഞു. എല്ലാം ഹാപ്പി. അടുത്ത യാത്ര എങ്ങോട്ടാണ്? അടുത്ത യാത്ര ഇങ്ങനെ പ്ലാനിങ് ആണ്. എല്ലായിടത്തും എല്ലാരും പോയ സ്ഥലം തന്നെ ആയിരിക്കും, എന്നാലും കുറച്ചുകൂടി പുറത്തൊക്കെ എവിടെയെങ്കിലും പോയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്തേക്കാണോ ഉദ്ദേശിച്ചത്? മലേഷ്യ, തായ്ലൻഡ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉറപ്പിച്ചില്ല, ഇങ്ങനെ ആലോചിച്ചോണ്ട്. എന്തായാലും ഒരു വലിയ യാത്ര പോയപ്പോ ഇഷ്ടമായി. അതെ, അടിപൊളി. എന്ത് നോക്കാൻ. എന്നാൽ അതല്ലേ ചാൾസ് ശോഭരാജനിൽ പോലും ഇത്ര ധൈര്യം ഞാൻ കണ്ടിട്ടില്ല. ഇത് എവിടുന്ന് കിട്ടി കുട്ടി ഈ ധൈര്യം? അതാരാണ് ചാൾസ് ശോഭരാജൻ? അത് എന്റെ ദൈവമേ, തുടക്കത്തിൽ തന്നെ കയറുമല്ല. അത് വലിയൊരു സീരിയൽ കില്ലറാണ്. ഭയങ്കര ധൈര്യമുള്ള ഒരു മനുഷ്യനാണെന്ന് പറയുന്നത്. പല സിനിമയിലും പറഞ്ഞു കേട്ടിട്ടില്ലേ? ഡയലോഗ് കേട്ടിട്ടില്ലേ? നന്നായി, കൊള്ളാം. ഏറെ കയറാൻ ഞാൻ തന്നെ ഓരോ വഴി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതൊക്കെ പോട്ടെ. എവിടുന്ന് കിട്ടി കുട്ടി ഇത്ര ധൈര്യം? അത് ധൈര്യത്തിന് കുറവൊന്നുമില്ല. പണ്ട് പോലെ ധൈര്യം ഉണ്ടായിരുന്നു? അല്ല, ധൈര്യമൊന്നുമില്ല. എനിക്ക് മറ്റേ എന്തിഞ്ഞാലൊക്കെ കേറുമ്പോ ഞാൻ കരഞ്ഞ് മൂത്രമൊഴിച്ച് അങ്ങനല്ല, പേടിച്ച് കരഞ്ഞ് ആ ഒരു സംഭവമാണ്. പക്ഷെ ഇത് ട്രിപ്പ് പോവാൻ അത് നമുക്ക് മനസ്സിലായൊരു ഇഷ്ടണ്ടായിട്ട്. ഞാൻ ചോദിച്ചത് ട്രിപ്പ് പോയതിന്റെ ധൈര്യമല്ല, സ്വന്തം ബോയ് ഫ്രണ്ടിനെ ഇത്രയും പബ്ലിക്കായിട്ട് അവതരിപ്പിച്ച് ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് ഇതൊക്കെ പറയാനുള്ള ധൈര്യം ഇവിടെ നിന്ന് കിട്ടിയത്. അത് വീട്ടില് പ്രശ്നമില്ല, രണ്ടാളെ വീട്ടില് പ്രശ്നമില്ല. അപ്പൊ പിന്നെ അത് കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ വ്ളോഗിങ് തുടങ്ങിയത്? അതെ അതെ അതെ. അല്ലാതെ ലൈസൻസ് ഒക്കെ എടുത്തു, എല്ലാവരും കൈയും കാലൊക്കെ പിടിച്ച് സ്വയം ജാമ്യം എടുത്തു. അതൊക്കെ കഴിഞ്ഞിട്ടുള്ളത്. ഞാൻ വിചാരിച്ചത് എങ്ങനെയാണ് ഇത് ഇത്ര പബ്ലിക്കായിട്ട്. പലരും കമ്മ്യൂണിറ്റി ചോദിക്കുന്നുണ്ട്, ഇതെന്താ വീട്ടിലാരും ഒന്നും പറയാറൊന്നുമില്ലേ കുട്ടി? ഇതൊക്കെ അല്ല, എന്തായാലും വീട്ടിലുള്ള കുടുംബക്കാർക്കെങ്കിലും ഇൻസ്റ്റാഗ്രാം ഇല്ലാതെ നിൽക്കൂല. അപ്പൊ നമ്മള് ഒന്നും കാണാതെ വീട് ഇങ്ങനെ ഇടൂലല്ലോ. അതെ. ഇത് ശരിക്കും എപ്പോഴാണ് ഇപ്പൊ അലീബായിട്ടുള്ള റിലേഷൻ സ്റ്റാർട്ട് ചെയ്തത്? ഇപ്പം കറന്റ്ലി 1 year 7 months ആയി. 1 year 7 months ആയി. ഓക്കെ, 2 years ആവാനായി. ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് വ്ളോഗിങ്ങിനൊക്കെ മുമ്പാണല്ലോ അപ്പൊ ഈ ഒരു കണക്ഷൻ ഉണ്ടായത്. അതെങ്ങനെയായിരുന്നു ആ കണക്ഷൻ? എനിക്ക് ഭയങ്കര, എന്റെ ഫസ്റ്റ് ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് നിൽക്കുന്ന ഒരു ടൈമിലായിരുന്നു. അപ്പം കുറച്ചുകൂടി ഒരാള് കണക്ട് ആവാൻ പറ്റി, റിലേറ്റ് ആവാൻ പറ്റി. ഒരു 2 months ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും ഒരു ഭയങ്കര ഒരു നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ നല്ലോണം കേട്ടിരിക്കും, ഫുൾ ടൈം അവൈലബിൾ ആവാൻ തുടങ്ങി. അപ്പൊ അങ്ങനൊക്കെ ഒരു പേഴ്സണാലിറ്റി. നമ്മൾ എവിടെയെങ്കിലും ഒറ്റപ്പെട്ടിരിക്കുമ്പോ ഒരാൾ നമ്മുടെ കാര്യങ്ങളൊക്കെ കേൾക്കാൻ എന്ന് എഴുതിയിട്ട് ഇടയിൽ കയറി കോളടിച്ച് ബെസ്റ്റ് ആയിട്ട് ഒന്നുമല്ല. ബെസ്റ്റ് മീൻസ് അത് നമ്മളൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിട്ട് ഫ്രണ്ടിനെ കീപ്പ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ബെസ്റ്റ് തിങ്. പക്ഷെ നമ്മളൊരു ഫ്രണ്ട് പോലെ ആയിരുന്നു. അപ്പം പിന്നെ കറക്റ്റ് ആയിട്ട് ആ സമയത്ത് നമുക്കൊരു ആശ്വാസം കിട്ടിയത് അവിടെ നിന്നാണ്. അപ്പൊ തന്നെ ലോക്ക് ചെയ്ത് കൊള്ളാം, ഇത് കൊള്ളാം, ഇത്
മതി. ഇതൊക്കെ പറയുമ്പോ ആൾക്കാർ എന്നെ ചീത്ത പറയരുത്, ഇത് ചെറുതൊന്നല്ല, എന്തിനാ പഠിക്കുന്നതെന്ന് പറഞ്ഞു കൊടുത്തേ. ഞാനിപ്പോ BBA ആൾക്കാർക്ക് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിന്റെ അടുത്താണോ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? BBA ഇപ്പൊ എനിക്ക് 19 വയസ്സാവാനായി. എന്ത് നോക്കാൻ? 10 വയസ്സുള്ള കുട്ടികൾ വരെ പ്രേമിച്ച് നടക്കുന്നത്, അപ്പോഴേ 19 വയസ്സുള്ള കുട്ടികൾ പ്രേമിക്കുമ്പോ പ്രശ്നം. അതെ, ഇപ്പോഴും ഞങ്ങളുടെ ക്യാമറമാൻ പറയാ ഇപ്പോഴും സ്ട്രഗ്ലിംഗിലാണെന്ന്. എന്താണ് ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളുടെ? എല്ലാരും ഫ്യൂച്ചർ പ്ലാൻ എന്താ? എല്ലാരും ഫ്യൂച്ചർ പ്ലാൻ, എന്റെ ഫ്യൂച്ചർ പ്ലാൻ പറയട്ടെ. എന്റെ ഫ്യൂച്ചർ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നൊക്കെ വിട്ട് എങ്ങോട്ടേലൊക്കെ ഒന്ന് പോയി ഒന്ന് കറങ്ങി തിരിഞ്ഞ് അവസാനം മടുത്ത് കഴിയുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരാം. അതെ. അപ്പൊ എന്റെ ഫ്യൂച്ചർ പ്ലാൻ വെച്ചാൽ എന്തായാലും അലിബിനെ സെറ്റ് ആക്കണം. ഒന്ന് എല്ലാവർക്കും ഒരു ലീഗലി സെറ്റിൽമെന്റ് അല്ല എല്ലാവർക്കും വേണ്ടി ഒരു സംഭവം. അത് ആൾക്കാരെ ബോധിപ്പിക്കാനാണെങ്കിലും നമുക്കറിയാം നമ്മള് സെറ്റ് ആണെന്ന്. അപ്പൊ അത് എല്ലാരും കൂടി ഒന്ന് അറിയിച്ചൊരു കല്യാണം നടത്തണം. ആഫ്റ്റർ ദാറ്റ് വി വിൽ കറങ്ങും. പാരീസ്, തായ്ലാൻഡ്, മലേഷ്യ, മാൽഡീവ്സ്, കൊറേ വിഷ് ലിസ്റ്റ് ഉണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം ഡോക്ടർ റോബിന്റെ കല്യാണം 2 വർഷം നീണ്ടു നിൽക്കുന്ന ഹണിമൂണാണെന്ന് പറഞ്ഞത്. ഇതിപ്പോ ഈ പറഞ്ഞു വെച്ച് നോക്കുമ്പോ 2 വർഷത്തിന് മുകളിൽ പോകാൻ സാധ്യതയുണ്ട്. 2 വർഷത്തിന് ഹണിമൂൺ ചെയ്യണമെങ്കിൽ അതിനായിട്ട് നമ്മള് സമ്പാദിച്ച് വെക്കണം. അപ്പൊ കല്യാണത്തിന് മുന്നേ അതൊക്കെ സമ്പാദിച്ച് കഴിഞ്ഞാലുള്ള 2 വർഷം അടിച്ചു വെക്കാൻ പറ്റും. അതായത് ഫ്യൂച്ചർ പ്ലാൻ എന്ന് വെച്ചാൽ ലൈസൻസ് എടുക്കണം, ഒരുമിച്ച് ഇറക്കാനുള്ള. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതേ വണ്ടീന്റെ ലൈസൻസ് എടുക്കണം. അതാണ്. അല്ല, ഡ്രൈവ് ചെയ്യോ? ഡ്രൈവ് ചെയ്യും. എന്നുവെച്ചാൽ എനിക്ക് ഭയങ്കര എക്സ്പേർട്ട് ആയി ഡ്രൈവ് ചെയ്യും. ഞാൻ എന്നാലും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാർ ജസ്റ്റ് ഒന്ന് ഓടിക്കുക, അത്രേ ഉള്ളൂ. പിന്നെ സ്കൂട്ടർ ഞാൻ ഡ്രൈവ് ചെയ്യലുണ്ട്, അല്ല റൈഡ് ചെയ്യലുണ്ട്. പക്ഷെ ലൈസൻസ് ഇല്ല. ഈ കോണ്ടന്റ് ക്രിയേറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തത് എപ്പോഴാണ്? കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തത് 1 ഇയർ ആയി. കൺസിസ്റ്റന്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത് 1 ഇയർ ആയി. പക്ഷെ വ്ളോഗിംഗ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഒരു 2 months ആവാനായിട്ടുള്ളൂ. 2 months അല്ലേ? ഇത് സ്റ്റാർട്ട് ചെയ്തത് എങ്ങനെയാണ്? ഇത് ആരുടെ ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്തത്? അന്ന് സ്വന്തമായിട്ട് കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നു? ഇല്ല. പറയൂ, ആരുടെ ഫോണില്? ഉമ്മന്റെ ഫോണിലാണ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. പക്ഷെ ഞാൻ കുറച്ചുകൂടി എനിക്ക് മനസ്സിലാക്കിയപ്പം നമ്മൾ ഐഫോണിൽ വീഡിയോ ചെയ്തിട്ട് ഐഫോൺ ഇമോജീസ് ടെക്സ്റ്റ് ഒക്കെ വെച്ചിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി റീച്ച് കിട്ടുന്ന പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത്. അപ്പൊ ലൈക്ക് വെന്നെവർ ഞാൻ പുറത്ത് പോകുമ്പോൾ ഫ്രണ്ട്സിന്റെ ഫോണൊക്കെ വെച്ചിട്ട് വീഡിയോ ചെയ്തിട്ട് ഡ്രാഫ്റ്റ് ആക്കി വെച്ചിട്ട് ഓരോ ഫോണിൽ തന്നെ എന്റെ ഇൻസ്റ്റ ലോഗിൻ ചെയ്തിട്ട് അങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പം എനിക്ക് എപ്പോഴും അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് ഞാൻ വീക്ക്ലി 2 times ഒക്കെ മാക്സിമം എങ്ങനെയെങ്കിലും വീഡിയോ ചെയ്യാൻ നോക്കും. അത് ലൈക്ക് റിലേറ്റബിൾ കോണ്ടന്റ് പോലത്തെ സംഭവമായിരിക്കും. അപ്പൊ അതിന് നല്ല റീച്ച് ഉണ്ട് കേട്ടോ. ലൈക്ക് 20 million 25 million സ്ക്രോൾ ചെയ്താ കാണാം. കാരണം അത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. അതില് പാൻ ഇന്ത്യ ഫാൻസ് അല്ല വ്യൂവേഴ്സ് ഉണ്ടായിരുന്നു. ഇത് കുറച്ചുകൂടി റീജിയണൽ ആയി പിന്നെ അതിന് ശേഷം. ഇപ്പൊ അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ നമ്മളിപ്പോ ലാസ്റ്റ് ഒരു 2-3 months ആയിട്ടാണ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് മാറിയിരിക്കുന്നത്. അതും നല്ല രീതിയിൽ ആൾക്കാർ ഏറ്റെടുക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ആൾക്കാർ ഭയങ്കരമായിട്ട് അത് അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ കൂടി നല്ല അഭിപ്രായങ്ങൾ പറയുന്നവരുണ്ട്, നെഗറ്റീവായിട്ട് വരുന്നവരുണ്ട്. അവരോട് എന്താണ് പറയാനുള്ളത്? ഞാൻ ചില നെഗറ്റീവായിട്ട് വരുന്നവരടുത്ത്, അതായത് ശരിക്കും കൊള്ളിച്ച് വർത്താനം പറയുന്നവരടുത്ത് ഞാൻ കമന്റിൽ തന്നെ റിപ്ലൈ കൊടുക്കലുണ്ട്. അത് കഴിഞ്ഞ് ഒരു പിന്നെ ഇങ്ങനെ ചലിച്ചോണ്ട് നിൽക്കും. അപ്പൊ ഞാൻ ഉണ്ടാക്കും, ഓരോന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ നെഗറ്റീവ് ഇടുമ്പോ മിണ്ടാതിരിക്കുകയാണ് നല്ലത്. അത് ശരിയാണ്, മിണ്ടാതിരിക്കുന്നതാണല്ലോ. പക്ഷെ എനിക്ക് പെട്ടെന്ന് ട്രിഗർ ആവും. അപ്പൊ അതെനിക്ക് മാറ്റണം എന്നുണ്ട്. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ശരിക്കും റിയൽ ലൈഫിൽ ഇപ്പൊ വീട്ടിലാണെങ്കിലും ഫ്രണ്ട്സിന്റെ ഇടയിലാണെങ്കിലും പെട്ടെന്ന് ദേഷ്യം വരുന്ന കൂട്ടത്തിലാണോ? സത്യം പറയണം. ഇപ്പൊ കമന്റ് വരും ഇതിന്റെ ഇടയിൽ ഫ്രണ്ട്സിന്റെ. ഇല്ല പെട്ടെന്ന് ദേഷ്യം വരില്ല. പക്ഷെ 2 minute ഗ്യാപ്പ് ഇട്ടിട്ട് ദേഷ്യം വരും. ആയിട്ടുള്ള ഒരു കാര്യം കേൾക്കുകയാണെങ്കിൽ നമ്മളെ ഫ്രണ്ട്സ് ആയാലും നമ്മൾ അത്രയും റേസ് ആയിട്ടൊന്നും സംസാരിക്കില്ലല്ലോ, ഫാമിലി ആണെങ്കിലും. പക്ഷെ അൺഫെയർ ആയിട്ട് തോന്നുകയാണെങ്കിൽ അത് ഞാൻ ഉള്ള കാര്യം പറയും. കാരണം ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് തീർച്ചയായിട്ടും വരും. ദേഹോദ്രവം ഉണ്ടോ? ഒരിക്കലില്ല. അലിബിന്റെ അടുത്ത് ചെറുതായിട്ട് അലിബിനെ വിളിച്ച് ചോദിച്ചറിയാം. അത് അലിബ് തിരക്കായി പോയി, ഇല്ലെങ്കിൽ ഇവിടെ ഇരുത്തിയാലേ, ഇവിടെ ഉണ്ടായേനെ. അലിബ്രോന്റെ എന്താ പറയാ, ഇതുപോലെ ക്യാമറയുടെ മുമ്പിൽ വരാൻ ഷൈ ആണോ? ആദ്യം നല്ല ഷൈ ആയിരുന്നു. പണ്ട് ഭയങ്കര പ്രൈവറ്റ് ലൈഫ് ആയിരുന്നു, അക്കൗണ്ട് ഒക്കെ ഫുൾ പ്രൈവറ്റ് ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഞാനും ഓനെ പിടിച്ച് വീഡിയോ ചെയ്യാം. അത് ഓനെ ചോദിച്ചിട്ടോ പെർമിഷനായിട്ട് ഞാൻ ചോദിച്ചിട്ടൊന്നുമില്ല. ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഓന്റെ മുഖം കാണിക്കും. അപ്പൊ അതിങ്ങനെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഇങ്ങനെ ഇട്ടിട്ടിട്ടിട്ട് പിന്നെ നെഗറ്റീവ്.
ഓ കമന്റ് ബോക്സ് വായിച്ചാൽ കാണാം. ബ്രോ എങ്ങനെയാണ് അത് എടുക്കുന്നത് ഈ കമന്റ് ഒക്കെ? വെരി ഫണ്ണി. എന്റെ അത്ര പോലും സ്ട്രെസ്ഡ് അല്ല ആ കാര്യത്തില്. ഓൻ ഭയങ്കര ഇങ്ങനെ വായിച്ചിട്ട് ഇങ്ങനെ ചിരിക്കാണ് ഓൻ പറഞ്ഞാണ്ട്. എന്നാലും ഓൻ എന്നെ പറ്റി പറഞ്ഞ ശരിയാണ്. എന്നിട്ട് എന്നെ നോക്കുക ആ കമന്റ് നോക്കിയിട്ട് കട്ടക്ക് കൂടെ നിൽക്കുന്ന ആള് തന്നെ. നമ്മുടെ ഈ റിലേഷന്റെ കാര്യം ഇപ്പം ആദ്യമായിട്ട് വീട്ടിൽ പറഞ്ഞൊരു മൊമെന്റ് എങ്ങനെ രണ്ടുപേരുടെ? ഓന് വീട്ടില് പറയണം, ഞാൻ പറയാൻ പോവാണ് ആ രീതിക്ക് പറഞ്ഞ് മനസ്സിലാക്കിയതല്ല. നമ്മൾ ഒരുമിച്ച് നടക്കുന്ന കണ്ട് ഞാൻ ഇടക്ക് 2-3 പ്രാവശ്യം എന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇങ്ങനെ ഇതാവുമ്പം ഒരു ഡൗട്ട് വരും. അങ്ങനെ പിന്നെ ഒരു അതിന് മാത്രം ചോദിക്കാനും പോയിട്ടില്ല. സപ്പോസ് ചോദിക്കാൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അങ്ങനെ നോക്കാൻ പാടില്ല, കൂടെ നടക്കാൻ പാടില്ല, അങ്ങനെയൊക്കെ പറയുന്നു. പക്ഷെ പ്രശ്നമൊന്നുമില്ല. കണ്ടപ്പോ തന്നെ അവർക്ക് കുട്ടീനെ അങ്ങോട്ട് ബോധിച്ചു. കുഴപ്പമില്ല, അലിബേ നിന്റെ സെലക്ഷൻ കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അപ്പൊ ഓന്റെ വീട്ടിൽ അങ്ങനെയാണ്. ഫസ്റ്റ് എന്റെ വീട്ടില് എന്റെ അമ്മാണ് അറിഞ്ഞത്. അതെങ്ങനെ അറിഞ്ഞേ? അത് ഞാനും ആലിബ് ഒരുമിച്ച് ഷോപ്പിൽ വർക്ക് ചെയ്യാം. അപ്പം കുറച്ച് ആലിബ് ഷോപ്പ് കഴിഞ്ഞാൽ ആലിബിനെ വീട്ടിലാക്കി തരും വണ്ടിയില്. അപ്പൊ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ വണ്ടിയിലൊക്കെ വീട്ടിലാക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോ ഞാൻ എന്റെ കൂടെ ആണ് പോവാ. അപ്പൊ വേറെ ആരും കാണില്ല, ഇവനെ മാത്രം എന്റെ കൂടെ എപ്പോഴും കാണുന്നത്. അപ്പൊ നമുക്ക് ഇങ്ങനെ എന്തോ ചെറിയ ഡൗട്ട്. എന്നിട്ട് ഇങ്ങനെ കാറിൽ പോകുമ്പോ ചോദിച്ച്, സത്യം പറയും അയ്യോ ആലിബായിട്ട് എന്താ ബന്ധം എന്നുവെച്ചാ ചൂടായിട്ടല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എനിക്ക് ഉത്തരം മുട്ടി. ഞാൻ ഇങ്ങനെ ഇങ്ങനെ അടുക്കി പിടിച്ചിട്ട് അത് അങ്ങനെ ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കി. അപ്പൊ ആദ്യമൊക്കെ പറഞ്ഞ് നിങ്ങൾ ഭയങ്കര പാൽക്കുപ്പി മക്കളാണ്, ചെറിയ മക്കളാണ്, ഓനിക്കൊരു പ്രായം വെക്കട്ടെ, ഓന്റെ ശരീരം ഓനിക്ക് ഓന്റെ പ്രായത്തിനുള്ള ശരീരം പോലും ഇല്ല, ആ രീതിക്കൊക്കെ പറഞ്ഞില്ലേനു. പിന്നെ ഓക്കെ 2 പിന്നെ ഒരേ സൈസാൻ കൊണ്ട് കുഴപ്പമില്ല. ഉപ്പേന്റെ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാ? ഉപ്പന്റെ അടുത്തേക്ക് ഈ അടുത്ത് ഒരു 3 മാസം എങ്ങനെ ആയിട്ടുള്ളൂ. വീഡിയോ കണ്ടിട്ട് എന്താ ഇപ്പനോ പറയുന്നതിന് എനിക്ക് പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തമാശക്ക് ഇങ്ങനെ പറയലും ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ സീരിയസ് ആയി ചോദിക്കാൻ തുടങ്ങിയത് വീഡിയോ കണ്ടപ്പോഴാണ്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ വീഡിയോ അയച്ചു കൊടുത്തിട്ട് ഇതെന്താണ് മുജീബ് ഇതെന്താണ് ഇങ്ങനെ പെൺമക്കൾ ഇങ്ങനെ വിടാൻ പാടുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇപ്പന്റെ ആൾക്കാർ ഇപ്പൊക്ക് അതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ ട്രിഗർ ആയി. അപ്പം ഇപ്പൊക്കും കുറച്ചുകൂടി കുറച്ച് അങ്ങനെ പറയുന്ന കേൾക്കുന്ന ആ രീതിക്കാ. അപ്പൊ ഉപ്പമ്മനോ ചോദിച്ച് എന്താണിത്, ഇതപ്പോ ശരിക്കും ഉള്ളതാണോ അങ്ങനെയൊക്കെ ചോദിച്ച്. അപ്പം ഉമ്മ പറഞ്ഞ് ഓര് തമ്മിൽ എനിക്ക് പ്രശ്നമില്ല, നല്ല 2 മക്കളാണ്, ഓന്റെ വീട്ടിലും പ്രശ്നമില്ല, എനിക്കും പ്രശ്നമില്ല. പിന്നെ നിങ്ങളെന്തിനാ നാട്ടുകാർ പറയുന്നത് കേട്ടിട്ട് ഓനതാക്കുന്നത്? നമുക്കെല്ലാവർക്കും ഇഷ്ടമാണ്, നിങ്ങളെ മനസ്സുകൊണ്ട് വിചാരിക്കുക, അല്ലാതെ ബാക്കിയുള്ളവർ പറഞ്ഞിട്ട് കേൾക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇപ്പൊ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഓക്കെയാണ് ഇപ്പൊ. സംസാരിച്ചായിരുന്നു കണ്ടിട്ടുണ്ട്, നേരിട്ട് കണ്ടില്ല. അപ്പൊ ദുബായിലാണല്ലോ, ഇപ്പൊ വീഡിയോ കോൾ ചെയ്തപ്പോ കണ്ടിട്ടുണ്ട് തോന്നുന്നില്ല, നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലേ? ഇപ്പൊ കാണുന്നുണ്ടാവും എല്ലാ വീഡിയോയിലും ഉണ്ടല്ലോ. കാണുന്നുണ്ട്, എന്നോട് ഡെയിലി ഇങ്ങനെ റിവ്യൂ ഒക്കെ പറയും. എവിടെയും പോയത് അവിടെ തന്നെ എന്നാല് സെറ്റിൽ ആയിക്കൂടെ അങ്ങനെയൊക്കെ തമാശക്ക് ഇങ്ങനെ പറയും. ഓക്കെ, ഇപ്പൊ നമ്മള് ഓരോ വ്ളോഗിങ് ചെയ്യുന്നു, കൊളാബ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് വരുന്ന വരുമാനം ഒരു കൊളാബിൽ കൂടിയൊക്കെയാണ് കുറച്ച് വരുന്നത്. ഞാൻ ഇന്ന് ഞാൻ വരുമ്പോ ഇന്ന് സ്റ്റോറി അങ്ങനെ നോക്കിയപ്പോ ഒരാളൊരു കമന്റ് ഇട്ടേക്കുന്നു, എന്താണ് ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് ആവശ്യമില്ലാത്ത മെസ്സേജ് കൊടുത്ത് ഈ കുട്ടി കയ്യിൽ ഇങ്ങനെ അത് കാണിക്കുന്നു ഇത് കാണിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ തെറ്റായ സന്ദേശം കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് ആ സന്ദേശം കൊടുത്തതില് എനിക്ക് അതിന് റിപ്ലൈ കൊടുത്തത് ഭയങ്കര ഇഷ്ടമായി. കാരണം ഒരു ദേഷ്യം പോലും കാണിക്കാതെ, ഒരു വിഷമം പോലും കാണിക്കാതെ കറക്റ്റായിട്ട് ഒരാള് ഇനി അദ്ദേഹം ജന്മത്തെ അതേപോലെ ചെയ്യില്ല. അല്ല, ഇനി നേരെ മറിച്ച് മൂപ്പർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവണ്ട, കാണുന്ന ആൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവണ്ട വെച്ചിട്ട് ഞാൻ ആൾക്കാരെ മുന്നിൽ, ബിക്കോസ് എന്റെ മൂപ്പർ ഞാൻ ഹൈപ്പാക്ക ആ രീതിക്ക് ഞാൻ ചെയ്തതല്ല. എന്റെ ഫോളോവേഴ്സിനായിട്ട് എനിക്ക് ജെന്യൂനായി നിൽക്കണം. അതുകൊണ്ട് മാത്രം ഞാൻ അത് യൂസ് ചെയ്ത് ഒന്നുകൂടി യൂസ് ചെയ്ത്. ഒരു കാര്യം ചോദിക്കട്ടെ, ഒറ്റ കാര്യം. ഇപ്പൊ ഞാനാണ് ആ കമന്റ് ഇപ്പൊ അത് പറഞ്ഞ ആളെന്ന് വിചാരിക്കും, എനിക്ക് ആ പറഞ്ഞ ശൈലി ഭയങ്കര ഇഷ്ടമായി. അത് അതേപോലെ ഒന്നും കൂടി ഒന്ന് പറയാമോ? ആദ്യം ആ വീഡിയോന്റെ താഴെ നോക്കേണ്ടത് അത് ആഡാന്ന് ആദ്യമായിട്ട് അവരെ നോക്കണായിരുന്നു. പിന്നെ ആഡ് ആണെങ്കിലും നമ്മൾ ഫേക്ക് പ്രൊഡക്റ്റ് ഒന്നല്ല പ്രൊമോട്ട് ചെയ്തത്. എല്ലാരും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, ഒരുപാട് സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സ് വരെ പ്രൊമോട്ട് ചെയ്തൊരു സംഭവമാണ്. അത് എനിക്ക് യൂസ് ചെയ്തിട്ട് എനിക്കൊരു റാഷസോ ഇറിറ്റേഷനോ ഉണ്ടാക്കാത്തൊരു സംഭവമാണ് ഞാൻ പ്രൊമോട്ട് ചെയ്തത്. അങ്ങനെ ഇമ്മയും യൂസ് ചെയ്യലുണ്ട്, ആ ബോഡി വാഷ് ഞാൻ യൂസ് ചെയ്യലുണ്ട്. രണ്ടാൾക്കും ഒരു പ്രശ്നം ഇതുവരെയായിട്ട് വന്നിട്ടില്ല. അത് ആ ബോഡി വാഷ് എന്നല്ല ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഏത് പ്രൊഡക്റ്റ് ആണെങ്കിലും. അപ്പം
അവർക്ക് വർക്ക് ആയില്ലെങ്കിൽ അത് അവരുടെ കയ്യിൽ ടാൻ ഉണ്ടാവില്ല, അല്ല അവരുടെ സ്കിൻ കളർ അതായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് നല്ല രോമുണ്ട് കൈക്ക്, അപ്പൊ അതുകൊണ്ടായിരിക്കും. പക്ഷെ എനിക്ക് വർക്കായി, അത് ഞാൻ വീഡിയോ ചെയ്ത് കാണിച്ചു. അപ്പം അതാണ് സംഭവം. ഞാൻ ഉള്ള പറയുകയാണെങ്കിൽ പ്രൊമോഷൻ ആയിരുന്നു, ആ വീഡിയോ പ്രൊമോഷൻ ആയിരുന്നു. ആ വീഡിയോയിൽ ഞാൻ ഒരു വാക്ക് പറയുന്നുണ്ട് 3 ബോട്ടിൽ യൂസ് ചെയ്തെന്ന്. അത് ഞാനുള്ള കാര്യമല്ല പറഞ്ഞത്. ആ ഒരു ടൈമിൽ ഞാനൊരു ബോട്ടിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അത് ഞാൻ കാണിച്ചതാണ്. അത് ഞാൻ സോറി എല്ലാവരോടും പറഞ്ഞിട്ടുമുണ്ട്. അത് പ്രൊമോഷന്റെ ഭാഗമായിട്ട് പറഞ്ഞതാണ്. അല്ലാതെ ആ ഒരു റിസൾട്ട്, മൂപ്പര് ആ റിസൾട്ടിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. അത് ഞാൻ ഒന്നുകൂടി എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിട്ട് സ്റ്റോറിയിൽ ലൈവായിട്ട് ഒന്നുകൂടി ചെയ്ത് കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്റെ അമ്മ ഏതാണ് നമ്മുടെ ഭാഗത്ത് ഒരു ആരോടും വന്ന സ്പോട്ടിൽ തിരുത്തി കൊടുക്കും. അതാണ് പറഞ്ഞൊരു കാര്യം വ്യക്തമായിട്ട്. ഞാൻ അനാവശ്യമായിട്ട് നുണ പറയില്ല, കറക്റ്റായിട്ട് ഉപയോഗിച്ച് സ്വന്തം ബോഡിയിലും ഉമ്മയൊക്കെയാണ് ഉപയോഗിക്കുന്നത്. റിസൾട്ട് ഉണ്ടെങ്കിൽ മാത്രം പ്രൊമോട്ട് ചെയ്യുള്ളൂ. നമുക്ക് ധൈര്യമായിട്ട് ആ പ്രൊഡക്റ്റ് മേടിച്ച് യൂസ് ചെയ്യാം. എന്തായാലും കൊള്ളാം, വെരി നൈസ്. ഇപ്പൊ ശരിക്കും പറഞ്ഞ ഇപ്പൊ നാട്ടിലൊക്കെ ഒരു സെലിബ്രിറ്റി ആയി മാറിയില്ലേ? ചെറുതായിട്ട്. ആ ഒരു കാര്യം മറന്നുപോയി, എന്ത് ജോലിക്കാണ് അന്ന് പോയിരുന്നത് നിങ്ങൾ രണ്ടുപേരും കൂടി? സെയിൽസ് ഗേൾ ആൻഡ് സെയിൽസ്മാൻ ആയിട്ട്. എന്തിന്റെ ഷോപ്പായിരുന്നു? ഒരു ഡ്രസ്സിന്റെ ഷോപ്പില്. ഇവിടെ കാലിക്കറ്റ്. നമുക്കൊരു എക്സ്ട്രാ ഇൻകം വേണമെന്നൊരു തോന്നൽ വന്നപ്പോ വെക്കേഷൻ ആയിരുന്നു, അങ്ങനെയാണ് പോയത്. ഇപ്പൊ എന്താ പറയാ, ഇപ്പൊ ഇനിയിപ്പോ അതിന്റെ ആവശ്യമില്ലല്ലോ. അത്യാവശ്യം സ്വന്തമായിട്ടൊക്കെ ഇപ്പൊ നാട്ടിലൊക്കെ ഇപ്പൊ ഒരു എന്താ പറയാ, ഇപ്പൊ ഒരു 2 വർഷം മുമ്പ് എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം ഇപ്പോ എന്താണ് വ്യത്യാസങ്ങൾ വന്നേക്കുന്നത്? ഓക്കെ, അപ്പൊ ഞാൻ 2 വർഷത്തിന് മുന്നേ ഷൂട്ടിനൊക്കെ പോയിരുന്നു. ഫോട്ടോഷൂട്ട് എന്ന് പറയും ഇവിടുത്തെ ആൾക്കാര്. എന്നാലും ഇവിടുത്തെ ബ്രാൻഡിന്റെ ഡ്രസ്സ് ഇട്ടിട്ട് ഫോട്ടോ എടുക്കാം, മോഡൽ പോലെ. പക്ഷെ എനിക്ക് മോഡലിനുള്ള ഹൈറ്റ് ഒന്നും ഇല്ല. പക്ഷെ ഒരിക്കലും ആ ഒരു പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യുന്ന രീതിക്ക് മോഡലായിട്ട് പോയിരുന്നു. അപ്പം അവിടെ എന്ന് വെച്ചാൽ ഇപ്പം രാവിലെ ഒരു 8 മണിക്ക് ഷൂട്ട് തുടങ്ങിയാല് ഉച്ചക്ക് ചിലപ്പം വൈകുന്നേരം ആയിരിക്കും, ചിലപ്പോൾ ഷൂട്ട് ഉണ്ടാവുക രാത്രി ആയിരിക്കും. അപ്പൊ ഒരു ഷൂട്ടിനൊക്കെ എനിക്ക് 500 റുപ്യക്കാണ് കിട്ടുന്ന ടൈം. അപ്പൊ ഞാന് പണ്ടൊക്കെ ഇങ്ങനെ ആ ഒരു പൈസക്ക് വേണ്ടിയിട്ട് ഞാൻ ഇത് ചെയ്യായിരുന്നു, ടൈം നോക്കാതെ. ബിക്കോസ് അത് എനിക്ക് നല്ലൊരു ഇൻകം ആയിരുന്നു, വരുമാനം. എനിക്ക് 10 റുപ്യ പോലും ഞാൻ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ ഇടയിൽ ഇങ്ങനെ ചായ ഒക്കെ കുടിക്കാൻ പോകുമ്പോ എന്റെ ചില സമയത്ത് പശ്ചാത്തല പോലും വാങ്ങാനുള്ള പൈസ ഉണ്ടാവില്ല. അപ്പൊ ഒരിങ്ങനെ വിളിക്കുന്നു, ഈ എന്റെ കയ്യിൽ ഒരു 10 റുപ്യ പോലും എടുക്കാല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട്. ബിക്കോസ് ഞാൻ എന്റെ വീട്ടിലുള്ള ആൾക്കാരോട് ഞാൻ പൈസ അങ്ങനെ ചോദിക്കലില്ല, അൺലൈക്ക് അതർ പീപ്പിൾ. അങ്ങനെ ചെയ്യുന്നവരുണ്ട്, ചെയ്യാത്തവരും ഉണ്ട്. അപ്പൊ ഞാൻ അങ്ങനെ എന്റെ വീട്ടിലുള്ള ഉമ്മനോടായാലും ഉപ്പനോട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കാറുണ്ട്. അതെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ മാത്രമല്ല, അത് അനാവശ്യമായിട്ട് ഞാൻ അങ്ങനെ പൈസ ചോദിക്കല്ല. എനിക്ക് അങ്ങനെ ചോദിക്കുന്ന മടിയാണ്. അപ്പം ആ ഒരു ടൈമിൽ എൻ്റെ കയ്യിൽ അധികം പൈസ ഇല്ലായിരുന്നു. പിന്നാണ് ഞാൻ ഷൂട്ടിനൊക്കെ പോയി ഏൺ ചെയ്യാൻ തുടങ്ങിയത്. ഒരു സമയത്ത് ഒരു 500 ഒക്കെ കിട്ടെങ്കിലും എനിക്ക് അത് നല്ല കിട്ടലായിരുന്നു. അതിലെന്നാലും ഞാൻ അതിലൊരു പകുതി ശതമാനം എൻ്റെ അമ്മക്ക് കൊടുക്കലുണ്ട്, പകുതിയോളം പൈസ എൻ്റെ അമ്മക്ക് കൊടുക്കലുണ്ട് വീട്ടിലെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട്. കാരണം എനിക്ക് അധികം ചെലവില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ ബാക്കി പകുതി എൻ്റെ എന്തെങ്കിലും ആവശ്യം വരുമ്പം സേവ് ചെയ്ത് വെക്കും. അതൊന്നും ആദ്യം നടക്കല്. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും കറക്റ്റ് ആയിട്ട് പൈസയുടെ വില ഇത്രയും ചെറുപ്പത്തിൽ എങ്ങനെ ഇങ്ങനെ മനസ്സിലായത്? എനിക്കറിയില്ല, മേ ബി ബിക്കോസ് എൻ്റെ അമ്മ ലൈക്ക് പണ്ടൊക്കെ ഒരു പാവപ്പെട്ട കുടുംബമായിരുന്നു, വെരി ലൈക്ക് ബിലോ ആവറേജ് ഫാമിലി ആയിരുന്നു. ആ ഒരു ടൈമിൽ എൻ്റെ അമ്മ തന്നെ ഇങ്ങനെ ഏൺ ചെയ്തിട്ട് ഉമ്മ ഏൺ ചെയ്തതാണ്. അതുപോലെ തന്നെ ഇപ്പയും പണിക്ക് ഏൺ ചെയ്തിട്ട്. അപ്പം രണ്ടാൾ ആ ഫാമിലിയിൽ ആ പൈസൻ്റെ ഒരു ബുദ്ധിമുട്ട് അറിയുന്നതിനോണ്ട് അതെന്തായാലും നമ്മളിലേക്ക് റിഫ്ലക്റ്റ് ആവല്ലോ. നമ്മളും ചെറുപ്പത്തിലേക്ക് കാണാൻ തുടങ്ങിയതായിരിക്കുമല്ലോ. സെയിം സംഭവം നമുക്കും റിഫ്ലക്റ്റ് ആയി വരാൻ തുടങ്ങും. നമ്മൾ ഇതൊക്കെ തന്നെ കണ്ടാണ് നമ്മൾ നമുക്കറിയാം ഒരു പൈസയുടെ വില വാല്യൂ എന്താണ്. 500 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 5000-ന് മുകളിൽ വാല്യൂ നമുക്ക് ഉണ്ടായിരുന്നു അല്ലേ. ഇപ്പോഴും വാപ്പ കഷ്ടപ്പെടുന്നുണ്ട്, ഉമ്മ ജോലി ചെയ്യുന്നുണ്ട്, എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെ ജോലി ചെയ്യുന്നത്. പലരും പറയുന്നുണ്ട് കമന്റിൽ, ഞാൻ ശ്രദ്ധിച്ചാണ്, പൈസയുടെ അഹങ്കാരമുള്ള കുട്ടി എന്നൊക്കെ. ഒരിക്കലും അല്ല, ഇവര് വളർന്നു വന്നേക്കുന്ന ചുറ്റുപാട്. ഇപ്പൊ ആ കുട്ടി പറഞ്ഞത് തന്നെ അതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ്. പൈസയുടെ വാല്യൂ കണ്ടു വളർന്നാണ്. നിങ്ങൾ ഈ കമന്റ് ഒക്കെ ഇടുമ്പോൾ ശരിക്കും ഇത് ആരെ കുറിച്ചാണ്, ഇത് ആരാന്ന് അറിഞ്ഞിട്ടിടുന്നത് വളരെ നല്ലതായിരിക്കും. ഇപ്പൊ എനിക്കും തെറി കേൾക്കും, ഇരിക്കട്ടെ, എന്നാലും പറയാനുള്ളത് ഞാൻ പറയും. അപ്പോൾ അങ്ങനെയാണ് വന്നത്. അപ്പൊ അങ്ങനെ കുറച്ച് പൈസ ഒക്കെ ഏൺ ചെയ്യുമായിരുന്നു. ഈ സ്വന്തമായിട്ട് ഇങ്ങനെ ഒരു ഇത് തുടങ്ങണം, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു പ്ലാൻ വന്നത് എപ്പോഴാണ്? യൂട്യൂബ് ചാനൽ എനിക്ക് 8ാം ക്ലാസ് മുതൽ ഉണ്ടായിരുന്നു. അപ്പൊ മുതലുണ്ട്. ഞാൻ ഒരു യൂട്യൂബറിനെ റോസ്റ്റ് ചെയ്തിട്ട് അത് കുറച്ച് ആൾക്കാർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവരും തിരിച്ച് റോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നേരത്തെ റോസ്റ്റിംഗ് വീഡിയോസ് ആയിരുന്നു, അങ്ങനെയാണ് ശ്രദ്ധിച്ചത്. അതെ ശ്രദ്ധിക്കാ വെച്ചാൽ അന്ന് ഭയങ്കര എല്ലാരും ആ ഒരു വീഡിയോ ഭയങ്കരമായിട്ട്
ആ വീഡിയോ ഓൺ ചെയ്ത വീഡിയോ 2 മില്യൺ അറ്റം വ്യൂസ് ആയെന്ന് തോന്നുന്നു. എന്തായാലും മില്യൺ കഴിഞ്ഞ് നിൽക്കുന്നു. അപ്പൊ അത് കണ്ടിട്ട് കുറെ ആൾക്കാർ ഇന്റെ യൂട്യൂബ് സെർച്ച് ചെയ്ത് വന്നിട്ട് കുറേ തെറി വിളിക്കാൻ വേണ്ടിട്ട് ചെറിയ പ്രായത്തിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ലിറ്റിൽ ഡിഡ് ഐ നോ ദാറ്റ് ഇവരിങ്ങനൊക്കെയാണ് പറയുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് അതിനേരെ അന്നൊക്കെ വീട്ടിലൊക്കെ എല്ലാരും പറഞ്ഞപ്പോ പറഞ്ഞായിരുന്നു വേണ്ട ഈ പരിപാടി വേണ്ട നിർത്തിക്കോ. അങ്ങനെ പറഞ്ഞിട്ടില്ല. 2 എണ്ണം കേട്ടാലും കുഴപ്പമില്ല, ഇതിനൊക്കെ ചെയ്യാനുള്ളത് നീ ചെയ്തു തോന്നാണ് പറഞ്ഞേ. അങ്ങനെ അത് ഒന്നും പറഞ്ഞിരുന്നു. അനക്ക് എന്തെങ്കിലും ബാഡായി തോന്നുന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടോ എന്ന് എഴുതിയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ചെയ്യാതെക്കരുത് എന്ന് പറയലുണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടി നേരത്തെ ഇപ്പൊ പറഞ്ഞു തന്നപ്പോ നമ്മള് ഇപ്പൊ ചെറുപ്പത്തിലെ ഇപ്പൊ ഒരുപാട് പൈസക്ക് വേണ്ടി കഷ്ടപ്പെട്ടു ഇതൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പൊ അനിയത്തിക്കുട്ടിയുണ്ട്. അപ്പൊ അനിയത്തിക്കുട്ടി അങ്ങനെ ഒരിക്കലും ഒരു പൈസയുടെ എന്താ പറയാ അതിനു വേണ്ടി ബുദ്ധിമുട്ടരുത് എന്നുള്ളൊരു തോന്നല് നമുക്ക് മനസ്സിലുണ്ടല്ലോ. ഇപ്പൊ നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ അനിയത്തിയിലേക്ക് എത്തരുത്, കാരണം അവരൊക്കെ സേഫ് ആവുന്നൊരു തോന്നലില്ലേ. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്? അനിയത്തിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാനാലും പൈസന്റെ വലിയ ബുദ്ധിമുട്ട് എക്സ്ട്രീം ബുദ്ധിമുട്ടൊന്നും ഞാൻ എന്റെ പ്രായത്തിൽ അറിഞ്ഞിട്ടില്ല. ചെറുതാമ്പുണ്ട് എന്നാണ് ഉമ്മ പറയുന്നത്, പക്ഷെ ആ പ്രായത്തിൽ എനിക്ക് ബോധ്യമില്ലല്ലോ. അല്ലാതെ ഇതുവരായിട്ട് ഒരു പൈസന്റെ കുറവ് കാണിച്ചിട്ട് അല്ലെ ഭക്ഷണം കഴിക്കുക ആ ഒരു രീതിക്കൊന്നും ഒരിക്കലും ജീവിച്ചിട്ടില്ല. അപ്പം ഓള് ജനിച്ചപ്പോഴും നല്ല ഹാപ്പി ആയിട്ട് എന്റെ അമ്മ പറയല് ഓള് ജനിച്ചതിന് ശേഷമാണ് നമ്മൾ ഫുള്ളും നന്നായി പോയത് ആ സെറ്റ് നോട്ട് ഇൻ എ ബാഡ് വേ, പക്ഷെ നല്ലതായിട്ട് പറയല്ലോ. എന്റെ മോള് വന്നതിന് ശേഷം എല്ലാം ഒന്ന് മാറ്റങ്ങളൊക്കെ വരാൻ തുടങ്ങി. അപ്പം ബുദ്ധിമുട്ട് വരാതിരിക്കുക വെച്ചാല് ഞാനോളെ താത്തായിട്ടുണ്ട്. അപ്പൊ ഞാൻ എന്തായാലും ഞാനൊരു ബുദ്ധിമുട്ടും വരുത്തലില്ല. കുറച്ചുകൂടി കൊഞ്ചിച്ചിട്ടാണ് വളർത്തല്. കാരണം ഞാൻ ചെറുതാവുമ്പോ എനിക്ക് മുട്ടായി വേണമെന്നൊക്കെ പറയുമ്പോ ആ ഒരു ടൈമില് വാങ്ങി തരാൻ പറ്റിയെന്ന് വരലുണ്ടാവൂല. പക്ഷെ എന്റെ ഒരു പ്രായത്തിൽ വെച്ചാൽ ഉമ്മനോട് പറഞ്ഞാൽ ഉമ്മ വാങ്ങി കൊടുത്തില്ലെങ്കിൽ ഞാനെങ്കിലും വാങ്ങി കൊടുക്കും. അപ്പം ഓക്കെ, എന്തായാലും ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നാട്ടില് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങി കിടക്കുമ്പോ എല്ലാരും വന്ന് അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ടോ? പറയാറുണ്ട്. അത് എനിക്ക് കൂടുതലും ആലിബിനെ ചോദിച്ചിട്ടാണ് എല്ലാരും വരാം. കാരണം ഞാൻ എന്റെ അക്കൗണ്ടിലാണ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതെങ്കിലും ആലിബ് എന്നുള്ള പേരാണ് ഞാൻ എല്ലാ വീഡിയോയിലും പറയാം. അപ്പൊ എല്ലാവർക്കും എന്റെ പേര് പെട്ടെന്ന് മൈൻഡിൽ സ്ട്രൈക്ക് ആവുന്നില്ല. ഇപ്പൊ എല്ലാരും ആലിബിനെ ചോദിച്ചിട്ടാ വരാം. ഫസ്റ്റ് തന്നെ കാണുമ്പോ ചില ആൾക്കാർ പറയും അതാ റേനിയ ആലിബ് എന്നു, പക്ഷെ എന്നാലും ഇതാ ആലിബിന്റെ വീനട്ടതാ അങ്ങനൊക്കെ പറഞ്ഞു കുറെ ആൾക്കാർ. ആലിബിന് എവിടെയെങ്കിലും ഒറ്റക്കൊക്കെ പോകുമ്പോ ആലിബിനെ ആൾക്കാർ തിരിച്ചറിയുന്നില്ലേ? പല സ്ഥലങ്ങളിൽ ഇഷ്ടംപോലെ ഒറ്റക്ക് ഉണ്ടാകുമ്പോഴാണ് കൂടുതൽ ആൾക്കാർ ഓൻ്റെ അടുത്ത് പോയി സംസാരിക്കുക. കാരണം ഇപ്പൊ ഞാൻ ഓനുണ്ടായിട്ട് നമുക്കൊരു പ്രൈവസി ഇഷ്യൂ വേണ്ട വിചാരിച്ചിട്ട് കുറെ ആൾക്കാരെ ചോദിക്കാതെ നിക്കലുണ്ട്. ഒറ്റക്ക് നിൽക്കുമ്പോ ഒരു ചെക്കന്മാരല്ലേ, അപ്പൊ ആ രീതിക്ക് ഇങ്ങനെ പോയി സംസാരിക്കുകയും. എന്താണ് ആലിബിന്റെ ഏറ്റവും നല്ല ക്വാളിറ്റി പറഞ്ഞത്? ക്വാളിറ്റി വെച്ചാല് ക്വാളിറ്റി ടൈം തരലുണ്ട്, വിളിച്ചാ വിളിപ്പുറത്ത് ഉണ്ടാവലുണ്ട്. ഇതൊരായിട്ടും വിളിച്ചാ വിളിപ്പുറത്ത് ഉണ്ടായിട്ടുണ്ട്. ഇനി എന്തായാലും പരിപാടി ഉണ്ടെങ്കിലും ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഹി ക്യാൻ ഓൾസോ അണ്ടർസ്റ്റാൻഡ്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഒരു കെമിസ്ട്രി ഭയങ്കരമായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നു നിങ്ങളുടെ ഇടയിൽ. ഈ ലാസ്റ്റ് വാലന്റൈൻസ് ഡേക്ക് ഒരു പൂക്കാലം തന്നത് ഞാൻ കണ്ടായിരുന്നു. ഒരു ഉഗ്രൻ സർപ്രൈസ് തന്നായിരുന്നു. അതിന്റെ ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? ഭയങ്കര ഹാപ്പി ആയി. ശരിക്കും മനസ്സിലുണ്ടായിരുന്നോ അവൻ എനിക്കൊരു നല്ലൊരു സർപ്രൈസ് തരുന്നു? മനസ്സിലുണ്ടായിരുന്നു? അങ്ങനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ അത് ആക്ച്വലി പ്രൊമോഷൻ തന്നെയായിരുന്നു, ആ വീഡിയോ പ്രൊമോഷൻ ആയിരുന്നു. പക്ഷെ എനിക്കല്ലായിരുന്നു വന്നത്, അത് അവൻക്കായിരുന്നു വന്നത്. അപ്പൊ അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു. അത് വാലന്റൈൻസ് ഡേ അന്നൊന്നല്ല കേട്ടോ പോയത്, അതിന്റെ അന്നല്ല ഞാൻ അപ്ലോഡ് ചെയ്തത്, അതിന്റെ 2 ദിവസം മുന്നാണ് പോയത്. ബട്ട് സ്റ്റിൽ വാലന്റൈൻസ് ഡേ കാണിച്ചു മാത്രം. അപ്പൊ ഇങ്ങനെ ഗിഫ്റ്റ് ഒക്കെ തന്നപ്പം ഐ വാസ് സോ ഹാപ്പി. കാരണം ഇത്രയും നമുക്ക് വേണ്ടി എഫേർട്സ് ഇടുന്നുണ്ടല്ലോ, അപ്പൊ അതിനു വേണ്ടി ഞാൻ ഹാപ്പി. ഓക്കെ, ഇനി നമ്മുടെ യാത്ര പോയില്ലേ, ഇപ്പൊ ഒരു മണാലി ട്രിപ്പ് പോയില്ലേ, ഒന്ന് ഇപ്പൊ പോയത് എങ്ങനെ പാക്കേജ് എടുത്താണോ പോയെ, അത് നിങ്ങൾ രണ്ടുപേരും കൂടിയുള്ള ഒരു? അല്ല, പാക്കേജ് ചെയ്യുന്നു. അവിടെ നിന്നും മണാലി ഫുൾ പാക്കേജ് ചെയ്യുന്നു. നാട്ടിൽ നിന്നും ഡൽഹിയിലേക്ക് നമ്മൾ ട്രെയിനിൽ പോയതായിരുന്നു. ട്രെയിനിൽ പോകുന്നു. ഇപ്പൊ നിങ്ങൾക്ക് പോകുമ്പോ ഇപ്പൊ നിങ്ങള് ശരിക്കും ഇപ്പൊ പുറമേ നോക്കുമ്പോ 2 കുട്ടികളാണ്. ആ കുട്ടികളാണ് നിങ്ങൾ എവിടെ നിന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് സംശയങ്ങളൊക്കെ ഉണ്ടോ? ഇനി വീട്ടിൽ പറയാണ്ട് വന്നോ? അങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ എവിടെയെങ്കിലും കിട്ടിയായിരുന്നു? ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ അത് ടൈറ്റിൽ വെച്ച തന്നെ മണാലിയിലേക്ക് ഒരു ഉൾച്ചോട്ടം ആ രീതിക്കല്ലേ, അത് കുറച്ച് ഐക്കാച്ചിയായി തോന്നാൻ വേണ്ടിട്ട് വെച്ചതാ. കാരണം ഇപ്പൊ ഞാൻ എന്റെ പാരന്റ്സിനെ ഒക്കെ കൂട്ടി പോവാണെങ്കിൽ അത് എന്തായാലും ഞാൻ അങ്ങനെ പോകില്ല, കാരണം അങ്ങനെ പോയാൽ ചെലവ് കൂടുതലാണ്. ഇപ്പോഴേ കട്ട് ചെയ്ത് തുടങ്ങി.
അല്ല ഇപ്പൊ നമുക്ക് എനിക്കിപ്പോ ഒരു 1 lakh ആണ് സ്പെൻഡ് മിക്കവാറും പൊന്നിനെയും കൊണ്ട് ഉമ്മയും വാപ്പയും കൂടി ഒരു പോക്ക് പോകും. അതെ ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി നീ ഇവിടെ ഇരുന്നോളാൻ പറഞ്ഞിട്ട്. നമ്മൾ പോയിക്കോ. അതെ. ഇങ്ങനെ ഒരു ടോപ്പിക് വെച്ച് ചെയ്ത് നോക്ക്. എന്തായാലും നിങ്ങളിപ്പോ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നതല്ലേ, അപ്പൊ ആൾക്കാർക്ക് എന്തായാലും നിങ്ങളോടൊരു ഹെയ്റ്റ് വരും. ഹെയ്റ്റ് വന്നാലും ഉള്ള ആൾക്കാർ അറിയാം. അപ്പം നല്ല ഓഡിയൻസിനെയും ഗെയിൻ ചെയ്യാൻ പറ്റും. പ്ലസ് കുറച്ചാണെങ്കിലും കുഴപ്പമില്ലല്ലോ, നമ്മൾ നല്ലൊരു ഓഡിയൻസിനെ ഗെയിൻ ചെയ്യുന്നുണ്ടല്ലോ. തീർച്ചയായും. അപ്പൊ ഞാൻ വീഡിയോ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് ആദ്യത്തെ ഡേ തന്നെ ചെയ്ത് ഞാൻ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എങ്ങനെ ആയിരിക്കും വീഡിയോ ചെയ്യലുണ്ടാവാ. അപ്പൊ പറഞ്ഞു ഓക്കെ മോളെ സെറ്റ് ആക്കിക്കോ, സപ്പോർട്ട്. അങ്ങനെ നമ്മൾ ചെയ്യാൻ തുടങ്ങി. ചെയ്ത് അന്ന് തന്നെ കുറെ ആൾക്കാരെ ഉണ്ട്. ആ വീഡിയോ 103 million വ്യൂസ് ആയെന്ന് തോന്നുന്നു. അങ്ങനെ ആ ഒരു വീഡിയോ എല്ലാരും കാണാൻ തുടങ്ങി. പിന്നെ എല്ലാവർക്കുള്ള പരാതി, നിങ്ങള് പാൽക്കുപ്പികളല്ലേ, പൊടിമക്കളല്ലേ, സ്കൂളിൽ പോവാൻ നോക്കുന്നൊക്കെ. അപ്പൊ ഞാൻ ചോദിക്കും, നിങ്ങൾ ഇത്രയും പ്രായമായിട്ടും എവിടെങ്കിലും പോകുന്നുണ്ടോ? മറ്റുള്ളവരുടെ കാര്യം നോക്കാതെ എവിടെങ്കിലും കറങ്ങാൻ പോവാൻ നോക്ക്, അങ്ങനെയും സന്തോഷം കണ്ടെത്തുന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് സമാധാനമാക്കി. എന്നിട്ട് ഇവിടുന്ന് യാത്ര തുടങ്ങി. ഏറ്റവും കൂടുതൽ ഇതിന്റെ അനുഭവിച്ചിട്ടുണ്ടാവും വാപ്പിച്ചായിരിക്കും. അവര് ഒളിച്ചോടി, നിങ്ങൾ അറിയണ്ടോ? ഇപ്പൊ ദുബായിലല്ലേ, കാരണം അപ്പൊ ഉമ്മയായിട്ട് വീഡിയോ കോളിൽ സംസാരിക്കെങ്കിലും കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കല്ലോ. അപ്പൊ വാപ്പച്ചിക്ക് കോളുകൾ ചെന്നായിരുന്നോ ഈ പറഞ്ഞ പോലെ ഫ്രണ്ട്സിന്റെ ഒക്കെ നേരത്തെ പോലെ മക്കൾ ഒളിച്ചോടിയിട്ടുണ്ട്, വീഡിയോ വന്നിട്ടുണ്ടെന്ന് ആ രീതിയിൽ? ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ ഒരു ടൈമിലാണ് വാപ്പ ചോദിക്കാൻ തുടങ്ങിയത്. അന്ന് ബോയ് ഫ്രണ്ട് ഉള്ള കാര്യം അറിയാ. ഓക്കെ ഫൈൻ, എന്താണ് നിങ്ങളുടെ പ്ലാൻ ചോദിക്കാൻ തുടങ്ങിയത് അന്നാണ്. ഇത് കാര്യമായിട്ടാണ് ഇന്റൻഷൻ ചോദിക്കാൻ തുടങ്ങിയത് അന്നാണ്. കാര്യം പറഞ്ഞു. എന്നിട്ട് അവിടെ ചെന്നിട്ട് ട്രിപ്പ് എങ്ങനെ ഉണ്ടായി? മൊത്തത്തില് ട്രിപ്പ് അടിപൊളി, എല്ലാം കൊണ്ടും. അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? മണാലി പോയിട്ട് മഞ്ഞാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. മണാലി പോയപ്പോ മഞ്ഞാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. കാരണം എനിക്ക് മഞ്ഞ് തിന്നാൻ ഭയങ്കര പൂതിയായിരുന്നു. മഞ്ഞ് തിന്നാനാ? ഹിമക്കരടിയാ? ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് മഞ്ഞൊക്കെ തിന്നുന്നത്. എനിക്ക് ഭയങ്കര പൂതിയായിരുന്നു മഞ്ഞ് തിന്നാണ്. നല്ല ഫ്രഷ് മഞ്ഞ്, കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ട് ഐസ്ക്രീം ആയിട്ട് പണ്ട് പറയൂലേ, കുറച്ച് മഞ്ഞ് ടോപ്പിൽ ഇങ്ങനെ ഫ്രഷ് ആയിട്ട് വീണ മഞ്ഞിടാ. ഞാൻ അങ്ങനെ നക്കിയൊക്കെ കഴിച്ചു. മണാലിയിൽ പോയിട്ട് മഞ്ഞ് നക്കി തിന്ന ഒരേ ഒരാളെ ഞാൻ കണ്ടേക്കുന്നത് ഇതായിരിക്കുന്നത്. ഞാൻ കുറച്ച് ആലിബിനും തൊള്ളയിലിട്ട് കൊടുത്തു. എന്തായാലും പെട്ടിട്ട് നീയും പെടട്ടെ, ഇരിക്കട്ടെ. ഇത് അങ്ങനെ എടുത്ത് പൊത്തുക, മറ്റേ കരിക്ക് പറയുന്നുണ്ട്. അതാണ് അവിടെ ഏറ്റവും നമ്മളെ എക്സൈറ്റഡ് ആക്കിയതും ഇഷ്ടപ്പെട്ടതും. തണുപ്പ് എങ്ങനെയുണ്ടായി? ഈ ഭംഗിയൊക്കെ തണുപ്പിലുണ്ടായിരുന്നോ? എനിക്ക് തണുപ്പ് ഇഷ്ടമുണ്ടെങ്കിലും കാലൊക്കെ മരവിച്ച് ഒരു 5-6 സോക്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന 3-4 സോക്സും പ്ലസ് അവിടുന്ന് വാങ്ങിയ ഫെദർ ലൈക്ക് സോക്സും അതിട്ട്, പ്ലസ് പ്ലാസ്റ്റിക്കിന്റെ ഒരു ബൂട്ട് ഉണ്ടായിരുന്നു അതിട്ട്, പിന്നെ റെന്റിന് വേറൊരു ജാക്കറ്റ് എടുത്ത്. ബോഡി തണുക്കുന്നില്ലായിരുന്നു, പക്ഷെ ഈ കാലും കൈയും മൂക്ക് ഇങ്ങനെ തണുത്ത് ചൂത്ത് വന്നിട്ട് എനിക്കാണ് തണുപ്പിന്റെ തണുത്തിട്ട് എന്ത് വന്നിട്ട് ചോത്ത് വന്നിട്ട് ചുവന്ന് വന്നിട്ട് നമ്മള് വേറെ അങ്ങനെ പറയാം. അങ്ങനെ ആ കളിക്കുന്ന സമയത്ത് ഇതൊന്നും നമ്മൾ നോക്കില്ലേനു. എന്തായാലും കാലിങ്ങനെ മഞ്ഞിൽ നിലത്ത് കുത്തിയിട്ടല്ല നിക്കാം. അപ്പൊ എന്തായാലും തണുപ്പ് വരുന്ന സമയത്ത് മഞ്ഞ് കെടുക്കും. അപ്പൊ കാലിങ്ങനെ പൊക്കി കെടുക്കുമ്പോ കുഴപ്പമില്ല, നല്ല സുഖം. അപ്പൊ നല്ല സുഖം ഉണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞ് കാറി കയറിയപ്പം ഷൂസ് ഒന്ന് ഊരിയിട്ടുള്ളൂ. അപ്പത്തിനേക്ക് കാല് ഫുള്ളും സോക്സിലൊക്കെ ഇങ്ങനെ മഞ്ഞ് പറ്റി പിടിച്ചിട്ട് കാലെല്ലാം കൂടി ഐസ്മാന്റെ കാല് പോലായി. എന്നിട്ട് ഞാൻ ഇങ്ങനെ സോക്സ് ഒക്കെ ഊരി കാലൊക്കെ എങ്ങനൊക്കെ ഇങ്ങനെ ഒന്ന് ഓക്കെ ആക്കി ചൂടൊക്കെ കൊള്ളിച്ച് അങ്ങനെ പിന്നെ കുറച്ചതിനിപ്പോ ഓക്കെ. അപ്പോഴാണോ നമ്മുടെ നാടിന്റെ വില മനസ്സിലായത്? സത്യം, മണാലി പോയി നമ്മള് നാടിന്റെ വില നമ്മൾ മനസ്സിലാക്കിട്ടോ. ഡൽഹിയിൽ ഇപ്പൊ നല്ല തണുപ്പാണ്. കമ്പാരിറ്റീവ്ലി നമ്മൾ ഊട്ടിയിലൊക്കെ ഉള്ള ആ ഒരു തണുപ്പ് ഡൽഹിയിലുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാം. എന്നാലും ഫസ്റ്റ് പോയപ്പോ നല്ല തണുപ്പായിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് കുറെ കാലമായില്ല തണുപ്പത്ത് പോയിട്ട്. പിന്നെ അപ്പൊ ഞാൻ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ട് നിന്നിട്ട് പിന്നെ മണാലിന്നും തിരിച്ച് ഡൽഹിയിൽ വന്നപ്പോ ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടില്ല, ഫുൾ പിന്നെ അത്രയും വലിയ ഇത് സഹിച്ചു. അപ്പൊ ഇത് സഹിക്കാൻ അവിടെ നിന്ന് പിന്നെ കൂളായി. ശരിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇപ്പൊ എല്ലാം എന്തെങ്കിലും രീതിയിൽ അവിടുത്തെ ചിലർക്ക് പല ആളുകളിൽ നിന്നൊക്കെ ചെറിയ ചെറിയ മോശം അനുഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ ഫേസ് ചെയ്തോ? പേടിക്കുന്ന അവസ്ഥയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായോ? പേടിക്കുന്ന അവസ്ഥ ഒന്നും ഇതുവരായിട്ടുണ്ടായില്ല. ഒന്നാമത്തെ പേടി ഇല്ല നമുക്ക്. ഞാൻ ഇന്റർവ്യൂല് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ പോക്കറ്റിൽ ഇങ്ങനെ
സൈഡിൽ കൂടെ ഇങ്ങനെ കൈ ഇട്ട് വെച്ച് പോയിന്ന്. പോക്കറ്റിന്റെ ഉള്ളിലൊന്നും കൈ ഇട്ടില്ല, സൈഡിൽ കൂടെ വെച്ച് പോയി നടന്നു നടന്നു പോകുമ്പോ. കാരണം പോക്കറ്റ് ഇല്ല ആ പാന്റിന്. അപ്പൊ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കൈ ഇങ്ങനെ സൈഡിൽ കൂടെ തട്ടിപ്പോവല്ലോ, പോക്കറ്റിൽ എന്തേ ഉണ്ടോ നോക്കാൻ വേണ്ടിട്ട്. അത് പകല് പകല് ചോർ ബസാറിൽ പോയിട്ടുണ്ടായിരുന്നു. കറക്റ്റ് സ്ഥലത്ത്. അല്ല, ഞാൻ മറ്റേ ബാഗൊക്കെ കഴുത്തു കൂടെ ഒക്കെ ഇട്ടിട്ടാ നടന്നത്, ഫോണൊക്കെ കയ്യിൽ വെച്ച്. കാരണം കഴുത്തു കൂടെ എന്തായാലും ഒരു ഊരി കൊണ്ടാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ പിടിച്ചാ നടക്കുന്നത്. ചോർ ബസാറിൽ അവിടെ ശരിക്കും ഈ പറയുന്ന പോലെ ഈ മോഷ്ടിച്ചുകൊണ്ട് വരുന്ന സാധനങ്ങളൊക്കെ അവിടെ ഉണ്ട്. ഈ മോഷ്ടിക്കുന്നവരും അവിടെ തന്നെ ഉണ്ട്. മോഷ്ടിക്കുന്നവരും അവിടെ തന്നെ ഉണ്ട്. നമ്മളിപ്പോ ചോർ ബസാറിൽ എൻ്റർ ചെയ്യുകയാണെങ്കിൽ നമ്മളെ സാധനം എക്സിറ്റ് ആവുമ്പോ അവിടെ ആരെങ്കിലും വിൽക്കുന്നുണ്ടോ? അതല്ലേ, അത്രയും അപ്ഡേഷൻ ആണ് അവിടെ. അവിടെ എന്തിനാ മെയിൻ ആൾക്കാർ തന്നെ എല്ലാം ഉണ്ട്. ഫുഡും ഉണ്ട്, ആ സ്ട്രീറ്റ് ഫുഡ് പോലെ. അല്ലാതെ ഇപ്പം ഡ്രസ്സാണെങ്കിൽ അത്, ബാഗാണ്, ചെരുപ്പ്, ഡിറ്റർജന്റ്, ഷാംപൂ, സോപ്പ്, പിന്നെന്താ കുട്ടികളെ സാധനം, കളിപ്പാട്ടം, കട്ടുകൊണ്ട് കൊണ്ടുവരാൻ പറ്റുന്ന എല്ലാ സാധനവും അവിടെ ഉണ്ടാവും. ഇതെല്ലാം കട്ടുകൊണ്ട് വന്നു അവിടെ ഉണ്ട്. അല്ല, അത് ഫുള്ളും കട്ട് കൊണ്ടുവന്നതല്ല. എന്നാലും നമ്മുടെ ചെരുപ്പുകള് ഒരു ഒരു 100% ഒരു 60% കട്ടുകൊണ്ട് കൊണ്ടുവന്ന. ഈ മൊബൈൽ ഫോണുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മള് പോയപ്പോ അത് കണ്ടില്ല. എല്ലാരും പറഞ്ഞത് രാവിലെ പൊലിച്ചക്ക് പോയാലോള് കിട്ടാ. കാരണം 4000 രൂപയ്ക്കൊക്കെ മൊബൈൽ ഫോൺ കിട്ടാണെങ്കിൽ എല്ലാരും ഫസ്റ്റ് തന്നെ മേടിച്ചോണ്ട് പോകും അല്ലേ. അപ്പം നമ്മള് പോയപ്പോ അതില്ലായിരുന്നു, പക്ഷെ നല്ല തിരക്കായിരുന്നു. അപ്പൊ ആദ്യമായിട്ടാണ് ഒരു ലോങ് ഡ്രൈവ് പോകുന്നത്, ഡ്രൈവ് അല്ല ഒരു യാത്ര പോകുന്നത്. ശരിക്കും ഇപ്പൊ വീട്ടിൽ എല്ലാവർക്കും ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ നിങ്ങൾ മാത്രം വിടുമ്പോ ഇത്രയും ദൂരത്തേക്കൊക്കെ? ആ ഒരു ചെറിയ ടെൻഷൻ ഉണ്ടാവല്ലോ, കാരണം നിങ്ങളൊരു പാൽക്കുപ്പികളാണെന്നുള്ള ഒരു തോന്നൽ എന്തായാലും ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പറഞ്ഞ് തെളിയിച്ച് കാണിച്ചു, ഞങ്ങള് പാൽക്കുപ്പികളല്ല, എവിടെ പോയാലും ഞങ്ങൾ തിരിച്ചു വരും, കാണിച്ചു കൊടുത്തു.